എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡേയിൽ ഫസ്റ്റ് ഞാൻ പഠിച്ചത് ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇപ്പം പുതിയ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് തന്നെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ചെയ്തതായിരുന്നു. അതിൻ്റെ ഇടയിൽ മാനസികമായും ശാരീരികമായും കുറേ വെല്ലുവിളികൾ നേരിട്ടു. അതിനുശേഷം പഠനം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ദൈവം സഹായിച്ചു ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത് പരമാവധി എൻ്റെ 100% കൊടുത്ത് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഇടയിൽ ബാക്കി വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് ഇത് അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, കമൻറ്റിൽ പറയണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ വല്ല വോയിസും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം വീട്ടിൽ ആൾക്കാരുണ്ട്, അപ്പോൾ അവർ വോയിസാണ് അത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. പിന്നെയുള്ള ഇതെന്ന് വെച്ചാൽ ഞാൻ ചാപ്റ്റർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിലെ ഡയഗ്രാംസ് ലേബൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കുറച്ചുകൂടി തറായിട്ട് നോക്കി. അതിനുശേഷം സമ്മറി വായിച്ചു. ഞാൻ ഏത് ചാപ്റ്ററായാലും ഞാൻ സമ്മറി വായിക്കാറുണ്ട്. ഇപ്പോൾ ചാപ്റ്റർ വായിച്ചില്ലേ സമ്മറി വായിച്ചാൽ തന്നെ കുറേ പോയിൻറ്റ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇയറിൽ ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ബുക്കാണ്. അപ്പോൾ അതിൽ ബുക്കിൽ 1-2 പേജ് ഞാൻ എഴുതിയില്ല. ബാക്കിയൊക്കെ ഞാൻ ആ ടൈം പേപ്പറിലൊക്കെ ഇതാക്കി വെച്ചിട്ടായിരുന്നുള്ളത്. ആ പേപ്പറൊക്കെ ഞാനിപ്പം ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. ബുക്ക് ആകുമ്പോൾ നമുക്ക് മറച്ച് നോക്കാനും കയ്യിൽ കരുതാനും സിമ്പിളാണ്. അപ്പോൾ ഞാൻ അത് വായിച്ചു. അത് കഴിഞ്ഞ ശേഷം +2 സൊല്യൂഷൻസ് ഉണ്ടായിരുന്നു. അതായത് ബാക്കിയുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ്റെ ഒക്കെ സൊല്യൂഷൻ ബുക്കിൽ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അതിലൊന്നും ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ആയാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ മാത്രം കൊടുക്കാതെ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ മന്ത് PYQs വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊരു മടുപ്പും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇത് ക്വസ്റ്റ്യൻ ചെയ്തങ്ങ് ശീലിച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇതാക്കാം. അതുകൊണ്ട് ഞാൻ PYQയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. PYQ നോക്കി. എല്ലാ ക്വസ്റ്റ്യനും ശരിയായില്ല, തെറ്റൊക്കെ ഉണ്ടായി. അങ്ങനെ തെറ്റ് ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജാണ്. അത് നോട്ട് ഉണ്ടായിരുന്നു. നോട്ടിൽ തന്നെ ഒരു ടോപ്പിക്കിൻ്റെ താഴെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് ഞാൻ ഈ ചാപ്റ്റർ എഴുതിയിട്ടുണ്ടായത്. അപ്പോൾ ആ ചാപ്റ്ററിൽ ഒരു കാര്യം നമുക്ക് അതിൻ്റെ താഴെ നിന്ന് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മുകളിലൊക്കെ മനസ്സിലാവും. അങ്ങനെ അത് ഞാൻ കുറേയൊക്കെ ചെയ്തു. പേപ്പറിൽ ഇങ്ങനെ ചെയ്തു നോക്കി ഓരോ ക്വസ്റ്റ്യനും. കഴിഞ്ഞ വർഷം ഞാൻ പലതും ഷോർട്ട് നോട്ട് പേപ്പറിലും അതേപോലെ തന്നെ മൈൻഡ് മാപ്പൊക്കെ വെച്ചിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഷോർട്ട് നോട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് തന്നെ. കഴിഞ്ഞ ഇയറിൽ അവസാനം തൊട്ട് മുന്നേയുള്ള മാസങ്ങളിലാണ് ഇതാക്കിയത്. ഈ വർഷം എന്തായാലും ഹോൾ ചാപ്റ്റർ 1 day കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഷോർട്ട് നോട്ട് ക്ലിയർ ചെയ്യാമെന്ന്. എന്ന് വെച്ചാൽ മൈൻഡ് മാപ്പൊന്നും യൂസ്ലെസ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. മൈൻഡ് മാപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഇത് എഴുതുമ്പോൾ കൂടി തന്നെ മൈൻഡ് മാപ്പ് യൂസ് ചെയ്തിട്ടാണ്. എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മൈൻഡ് മാപ്പ് ആകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് പേപ്പറാണ്. അപ്പോൾ അത് ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ എക്സാമിന് പോവുകയാണെങ്കിൽ മറിച്ച് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ വർഷം മുതൽ അത് ബുക്ക് ആയിട്ടാണ് ഈ വർഷം മുതൽ ബുക്കായിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിന് മുന്നേയുള്ള വർഷങ്ങളിൽ പേപ്പറായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഡയറിയിലേക്ക് മാറ്റി എഴുതാമെന്ന്. അതിൽ തന്നെ കെമിസ്ട്രീൻ്റെയും കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജിൻ്റെ ഷോർട്ട് നോട്ട് എഴുതി വെച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഫിസിക്സിൻ്റെ NCERT എടുത്തു. NCERT ഫുള്ളായിട്ട് ഞാൻ വായിച്ചില്ല. സമ്മറി നോക്കി, അതേപോലെ പോയിൻ്റ് ടു പോയിൻ്റ് നോക്കി. പോയിൻ്റ് ടു പോയിൻ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത് LMRPയുടെ സമയത്താണ്. സൈലത്തിൻ്റെ LMRP സമയത്താണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസൊക്കെ പരിചിതമായത്. അങ്ങനെ അത് വായിച്ചു. അതിൽ നിന്ന് ഡയമെൻഷൻ ഫോർമുലയൊക്കെ നോക്കി. ഡയമെൻഷൻ ഫോർമുല ഓരോ ചാപ്റ്റർ കഴിയുന്നതിന് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ പുറകിലുണ്ടാവും. അത് ആ ഒരു സമയത്ത് അന്നേ പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എന്താ പറയുക
സിമ്പിളായിട്ട് കഴിയും. അല്ലാതെ എല്ലാം ഒരുമിച്ച് വെച്ച് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് നമുക്കൊരു ഹെക്റ്റിക് ടാസ്ക്കായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞ ശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി അത് പഠിച്ചു. കയ്യിൽ നോട്ട്സ് ഉണ്ടായിരുന്നു. നോട്ട്സ് വായിച്ചതിന് ശേഷം മൈൻഡ് മാപ്പ് വെച്ച് പഠിച്ചു. അതിൽ ഷോർട്ടായിട്ടൊന്നും കൂടി കാര്യങ്ങളുണ്ട്, ജസ്റ്റ് അതൊന്നുകൂടി റിവിഷൻ ചെയ്തു. അതിനുശേഷം PYQs ചെയ്യാനിരുന്നു. PYQs ചെയ്തപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻസൊക്കെ തെറ്റുന്നുണ്ടായിരുന്നു. തെറ്റിയാണ് ക്വസ്റ്റ്യൻസൊക്കെ പിന്നീട് ശരിയായിട്ട് മാറുക. സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റണം, എന്നാലേ നമ്മളെ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുന്നുള്ള രീതി മനസ്സിലുണ്ടാവത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ബയോളജിയിലെ ലിവിങ് വേൾഡും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും ജസ്റ്റ് റിവൈസ് ചെയ്ത് വെച്ചു. പിന്നെ നിങ്ങളുടെ വീഡിയോ മുഴുവനായും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് പുതിയ ദിവസം കാണാം.